ഓരോ മനുഷ്യക്കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് ഇതേവരെയുള്ള മനുഷ്യൻ്റെ സർവ വളർച്ചയും ഉൾക്കൊണ്ടുകൊണ്ടാണ്. ചിന്താരൂപേണ എല്ലാ മനുഷ്യനിൽ നിന്നും ഉയർന്ന ഒരു തലം അത് വീഴ്ചകളായി അവനിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്, അവനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ജനിച്ച് ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്ന മാത്രയിൽ തന്നെ അത് അവൻ്റെ ബ്രെയിനിലേക്ക് കടന്നു ചെല്ലും. ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ പല കവറിങ്ങിനകത്താണ് കുഞ്ഞ് സ്ഥിതി ചെയ്യുന്നത്. ഗർഭപാത്രത്തിൻ്റെ മാംസപേശികൾ, അതിനകത്തെ ഫ്ലൂയിഡ്, അതിന് പറയുമ്പോൾ ബോഡിയുടെ കവറിങ്. അതായത് ഈ ചിന്താവീതികൾ ഏതാണ്ട് ഒരു മാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് ചെല്ലുന്നത്. വേവ്സിൻ്റെ അതേ സ്വഭാവത്തിൽ മാഗ്നറ്റിക് വേവ്സ് ഒരു ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടറിൽ ടച്ച് ചെയ്താൽ അതേ മാത്രയിൽ ഒരു ഇലക്ട്രിസിറ്റിയാണ് അവിടെ ഫോം ചെയ്യുന്നത്. സർക്യൂട്ട് പൂർത്തിയായി ക്യാൻസലായി പോകും. ശരീരത്തിന് ബോഡിയുടെ പുറമേയുള്ള കവറിങ്, അതിനുള്ളിൽ ഗർഭപാത്രത്തിലും ചെന്നാൽ പോലും അതിൽ തട്ടുന്ന മാത്രയിൽ അവിടെയും ഇത് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറി സർക്യൂട്ട് ചെയ്ത് പോകും, ക്യാൻസലായി പോകും. അതിനകത്തെ ഫ്ലൂയിഡും അനേക മിനറൽസും ഒക്കെയുള്ള അവിടെ എത്തിയാൽ അങ്ങനെ ഒരു കാരണവശാലും പുറത്തു നിന്നുള്ള ഒരു സ്വാധീനവും ഒരു കുഞ്ഞിനെ ഏൽക്കുകയില്ല. അതാണ് ഈ പിറക്കുന്ന മാത്രയിലാണ്, അതായത് ഗർഭപാത്രത്തിൽ പുറത്തു വരുന്ന ആ മാത്രയിലുള്ള ആ ഒരു സ്ഥിതിയാണ് കുഞ്ഞിൽ ശരിക്കും പ്രകടമാകുന്നത്, ശരിക്കും കുട്ടിയിൽ പതിയുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാർ പ്രസവം എടുക്കുന്നതുകൊണ്ട് ആ ഡോക്ടറുടെ ചിന്താവീതികൾ ആണ് അവരുടെ മുഖ്യമായിട്ടും കുട്ടിയുടെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്യുന്നത്, അതൊന്ന് ചിട്ടപ്പെടുത്തിയെടുക്കുന്നത് പ്രോഗ്രാം ചെയ്തിരിക്കും. അതേസമയത്ത് മുൻകാലങ്ങളിൽ വിദ്യാഭ്യാസമില്ലാത്ത പ്രസവം എടുക്കാൻ കഴിവുള്ള സ്ത്രീകൾ ആയിരുന്നു ചെയ്തിരുന്നത്. അവർ നല്ലവരാണ്, നല്ല മനസ്സിലുള്ളവരാണ്, കഴിവുള്ളവരാണ്, അതൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വിദ്യാഭ്യാസം കുറവായിരുന്നു, പൊതുവെ ബുദ്ധിവികാസം കുറവായിരുന്നു. അതുകൊണ്ട് കുട്ടികൾ വിദ്യാഭ്യാസത്തിലും ബുദ്ധിപരമായ രീതിയിലും കുറച്ച് പുറകിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഡോക്ടർമാരുടെ ഒരു പരിചരണത്തിൽ പ്രസവങ്ങൾ നടക്കുന്നതുകൊണ്ട് അത് കുഞ്ഞിൻ്റെ ആ ബ്രെയിൻ, ആ ഡോക്ടറുടെ ആ ഉയർന്ന ചിന്താവീതികൾ ആ കുട്ടിയുടെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്യുന്നു പ്രധാനമായിട്ടും. പിന്നെ പ്രപഞ്ചത്തിൽ ഇന്നേ വരെ മനുഷ്യൻ നേടിയിട്ടുള്ള സർവ ഉയർച്ചയും വീതി രൂപേണ വന്ന ആ കുട്ടിയിൽ പതിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും അവൻ്റെ സാഹചര്യങ്ങൾ മാത്രമാണ് അവനെ ശരിക്കും പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നത്. ഒരു കുട്ടിയെ എങ്ങനെയാക്കാം, എന്തുമാക്കാം, മുഴുക്കള്ളനാക്കാം, ഏത് കുറഞ്ഞ രീതിയിലും ആക്കിയെടുക്കാം, എത്ര വലിയ രീതിയിലേക്കും ഉയർത്തുകയും ചെയ്യാം. ബുദ്ധിയില്ലാത്ത കുട്ടികളില്ല. ചില രോഗങ്ങൾ കൊണ്ട് ചില ആൾക്കാർക്ക് അത് 1000-1 കാണാൻ ഉള്ളൂ, 1000 തന്നെ ഇല്ല. ബാക്കിയെല്ലാം ബുദ്ധി ഉള്ള കുട്ടികൾ തന്നെയാണ്, പെണ്ണും ആണും തന്നെ. നമ്മൾ അവരെ ശരിക്ക് പ്രോഗ്രാം ചെയ്യണം, അവരുടെ ആ വാസന ഉണർത്തിയെടുക്കണം. അവരിലെല്ലാം ഉണ്ട്. ഈ പ്രപഞ്ചം ഇന്നേ വരെയുള്ള നമ്മുടെ മനുഷ്യൻ്റെ പരിണാമം അവരിലുണ്ട്. അത് നമ്മൾ എന്ത് ഉണർത്തിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചെറുപ്പം മുതലേ വീട്ടിൽ പല നല്ല വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വീട്ടിലുള്ള മുതിർന്നവർ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടി അത് ശ്രദ്ധിക്കുന്ന നല്ലപോലെ അവൻ്റെ ആ ഒരു വിഷയത്തിൽ അവൻ്റെ ബുദ്ധി വികസിച്ചു വരും, അവന് ഉണർന്നു വരും, അത് ഉണർന്നു കിടക്കും. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ, സത്യമായിട്ട് ഇത് നടക്കുന്ന കാര്യമാണ്. പുരാണ ഗാനങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള വെറും ഭക്തിയുടെ പുറത്തുള്ള ചർച്ചകളാണ് ഭക്തനായിട്ട് മാറും. എന്നാൽ അവരുടെ ആ തൻ്റെയും ആ അതിജീവനത്തിനുള്ള ആ ടെക്നിക്കുകളും കഴിവുകളും അറിവുകളും എടുത്തു കാട്ടി സംസാരിക്കുമ്പോൾ കുട്ടി അതുപോലെ ധീരനായിട്ട് വരും. വെറും മതത്തിൻ്റെ അർത്ഥമില്ലാത്ത ഈ പുറം പൂച്ചുകൾ, ആചാരം, അതുപോലുള്ള ചില കാര്യങ്ങൾ മാത്രം, കഥകളും വെറും മൂഢമായ ഭക്തിയൊക്കെ നടക്കുന്നതിന് കുട്ടി അത് കേട്ടിരുന്ന ഏതാണ്ട് ആ ഒരു തലത്തിൽ നിൽക്കുകയുള്ളൂ.
മതം മനുഷ്യനെ പലപ്പോഴും വഴിതെറ്റിക്കാറുണ്ട്, ചിന്താശേഷി നഷ്ടപ്പെടുത്തിക്കളെ. അവന് ഉയർന്നു വരാനുള്ള ഒരു അവസരം അവന് നഷ്ടപ്പെടുത്തും ഈ മതത്തിൻ്റെ അതിപ്രസനം. അതുകൊണ്ട് മതം വേണം എന്നുള്ളതല്ലാതെ അതിന് അതിപ്രസനം കൊടുക്കരുത് ഒരിക്കലും. ചിന്ത, നല്ല ധനം ഉണ്ടാകാനുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്താൽ ധനം ഉണ്ടാകുമെന്ന് കുട്ടി കേട്ട് പഠിക്കണം. ചെറുപ്പത്തിലെ ധനം ഇല്ലെങ്കിലുള്ള ദോഷത്തെക്കുറിച്ച് കുഞ്ഞ് കേട്ട് പഠിക്കണം. അവനില്ല അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അപ്പോഴേ എത്ര കുഞ്ഞായാലും 2 വയസ്സായാൽ പോലും കുഞ്ഞ് ഇല്ലാതെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പ്രായം കുറച്ച് കൂടുന്നതനുസരിച്ച് കുറച്ചുകൂടെ ഓർമ്മയിൽ തന്നെ നിൽക്കും. അതായത് ധനം സമ്പാദിക്കേണ്ടതിൻ്റെ ആവശ്യം, സമ്പാദിച്ചില്ലുള്ള കുഴപ്പം, സമ്പാദിച്ചാൽ അത് സൂക്ഷിക്കേണ്ട വിഷം. ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന കുടുംബങ്ങളിലുള്ള കുട്ടികളാണ് പിന്നീട് ധനവാന്മാരായി മാറുന്നത്. ബിസിനസ് കാര്യങ്ങൾ ആ ഉദ്ദേശിച്ച് ശ്രദ്ധിക്കണമെങ്കിൽ ബിസിനസ്സിൻ്റെ വശങ്ങളും അതിൻ്റെ വിഷമങ്ങളും ആ കാര്യങ്ങളും എന്നാലും അതിൽ നിന്നുള്ള നേട്ടങ്ങളും ഇതൊക്കെ കേട്ട് വളരുന്ന കുഞ്ഞ് ബിസിനസ് രംഗത്തിൽ നന്നായിട്ട് ചോദിക്കും. വെറും ഡിഗ്രി എടുത്തിട്ടൊരു സർക്കാരിൻ്റെ കീഴിലൊരു ഉദ്യോഗം നേടുകയാണെങ്കിൽ അവനൊക്കെ സർക്കാർ ഉദ്യോഗം ആയിത്തീരും. ഇത് നടക്കുന്ന കാര്യമാണ്. വെറും സർക്കാർ എങ്ങനെങ്കിലും അവന് സർക്കാർ ഉദ്യോഗം നേടിയെടുക്കും. വലിയ റിസ്ക് ഒന്നുമില്ല, ശമ്പളം വാങ്ങിക്കുകയും ചെയ്യാം. എന്നാൽ സ്വന്തം റിസ്ക് എടുക്കാനുള്ളൊരു കഴിവ് ഡെവലപ്പ് ചെയ്യുന്നവന് ഇവരെയൊക്കെ കവർ ചെയ്യുന്നവന് അവൻ സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം നടത്തിയെന്ന് വരും. വീഴ്ച പറ്റിയാൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പഠിക്കും. അങ്ങനത്തെ ഉള്ളവരുടെ ചരിത്രങ്ങൾ കേൾക്കുകയും പഠിക്കുകയും അവരെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് ആ രീതിയിലേക്ക് വളരും. നമ്മൾ കുട്ടികൾക്ക് അവസരങ്ങളാണ് കൊടുക്കേണ്ടത്. ചെറുപ്പത്തിൽ കൊടുക്കുന്ന അവസരങ്ങൾ 10 വയസ്സിന് മുമ്പ് കുഞ്ഞിനെ കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക. അവൻ എന്ത് രീതിയിലാവണം, ധനവാനാകണോ അതോ അന്യൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നവനാകണോ എന്ന് നിശ്ചയിക്കാം. ആരോടും ഒന്നും വാങ്ങുന്നത് കുട്ടി കണ്ട് ശീലിക്കാത്തതാണ് നല്ലത്. ഇന്നടുത്ത് നിന്നെ വാങ്ങിക്കാം എന്ന് അതൊരു കാരണവശാലും വാങ്ങാതിരിക്കാൻ പറ്റണം. അത് ഈശ്വരാനുഗ്രഹം കൂടെ വേണം അങ്ങനെ പറ്റണമെങ്കിൽ. അതുപോലെ ശ്രമവും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ അത് ആ കുട്ടിയിൽ അതേ റെക്കോർഡ് ചെയ്യുള്ളൂ. എന്തെങ്കിലും പ്രശ്നം വന്ന് ആരോടെങ്കിലും കടം വാങ്ങാം എന്ന് നമ്മൾ കുട്ടിക്ക് ബോധം കൊടുത്താൽ അവൻ ആ രീതി തുടരും. അത് അപകടം തന്നെയാണ്. സ്വന്തം ആത്മവിശ്വാസം കുറയും. തന്നെയല്ല, സ്വന്തമായിട്ട് ത്യാഗങ്ങൾ സഹിച്ച് മുന്നേറാനുള്ള ഒരു കഴിവ് അവരിൽ നഷ്ടപ്പെട്ടെന്നും വരാം. അത് നഷ്ടപ്പെടാതിരിക്കാൻ അന്യനോട് കടം വാങ്ങുകയോ വെറുതെ എന്തെങ്കിലും കൈപ്പറ്റുകയോ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മാതാപിതാക്കളോ വീട്ടിലുള്ള മുതിർന്നവരോ. കുട്ടിയിലതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവനിലെല്ലാം ഉള്ളത് കൊണ്ട് ഇതേതാണോ ഉള്ളത് നമ്മളെടുക്കുന്നത് അതുമാത്രം പ്രകടമാവുള്ളൂ. എങ്ങനെയാക്കാം, ഒരു ശാസ്ത്രജ്ഞനാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയൊന്നും വേണ്ട. നമ്മൾ ആ വിഷയം ചർച്ച ചെയ്താൽ മതി. മറ്റ് മുതിർന്നവരുമായിട്ട് കുഞ്ഞത് കേൾക്കും, ശ്രദ്ധിക്കും എന്തുവാ പറയുന്നതെന്ന്. വ്യക്തമായിട്ട് പറയണമെന്നേ ഉള്ളൂ, അവനോട് കേൾക്കാവുന്ന രീതിയിൽ. അപ്പോൾ അവന് അതായിത്തീരും. അങ്ങനെയാണ് എല്ലാവരുടെ ജീവിതത്തിൽ ഇതാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവരെയും ഒന്ന് ആലോചിച്ച് നോക്കി. ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെ ജീവിച്ചു, എന്തൊക്കെ കണ്ടു. കഷ്ടപ്പാടുകൾ വരുമ്പോഴും പ്രതീക്ഷയോടെ മുന്നോട്ടുന്നവർ പിന്നീട് വളർന്നു വരുന്ന കാണാം. അപ്പോൾ അവൻ ആ ധനത്തിൻ്റെ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവൻ പഠിച്ചു കഴിഞ്ഞു. ഇല്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്നുള്ളത്, ധനം ഉണ്ടായാൽ എന്തോ അതിൻ്റെ സൗകര്യമെന്ന്, ധനം നേടാൻ എന്ത് ചെയ്യണമെന്ന്, അത് സൂക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്ന്, ഇതൊക്കെ ആരും പറഞ്ഞ് കൃത്യമായി ക്ലാസ് എടുത്തിട്ടല്ല. മുതിർന്നവരെ ചർച്ചാ വിഷയമാക്കണം വീട്ടിൽ. ആ ചർച്ചയില്ലാതെ കൂട്ടുകാർ പറയുന്നത് മാത്രം കേട്ട്, നാട്ടിൽ പറയുന്നത് കേട്ട്, ഇംഗ്രാവ് വിളിക്കുന്നത് മാത്രം കേട്ട്, പോസ്റ്റ് ഒട്ടിക്കാൻ ചിഹ്നം കൊണ്ട് നടക്കുന്നത് കണ്ട് ശീലിക്കുന്നവന് അങ്ങനെയായിത്തീരും. അവനെ പോസ്റ്റ് ഒട്ടിക്കാനും ഇതൊക്കെ അതിന് ശരിയായ രീതിയിൽ അവനറിയാതെ പോകും. ഈ ജാഥ പോകുമ്പോൾ അതിന് മുമ്പിൽ നിൽക്കാനും ഒക്കെ ഷൈൻ ചെയ്യാനായിട്ട് അത്ര വില കുറഞ്ഞ കാര്യങ്ങൾ, ജീവിതത്തിൽ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ, ഇതിലൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. പിന്നെ വിദ്യാഭ്യാസം, ഈ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഇല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരത്തെ അന്വേഷിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അതിൽ വലിച്ചഴക്കപ്പെടും. അർത്ഥമില്ലാതെ കൊടി പിടിക്കാനുമൊക്കെ. ഈ കൊടി പിടിച്ച് നടക്കുന്ന 100 പേര് വെച്ചാൽ അത് ഒരാൾ പോലും രംഗത്ത് വരുന്നില്ല. അവനെ കൊണ്ടതേ കൊള്ളാവൂ, കൊടി പിടിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും ബാനർ വലിച്ചു കെട്ടാനും ഒക്കെ. അല്ലാതെ ഒരു കാര്യത്തിനും അവനെ കൊണ്ട് അവനും പ്രയോജനമില്ല, നാട്ടുകാർക്കും പ്രയോജനമില്ല.
അതാണ് ഇതിൻ്റെയൊക്കെ പുറകെ ആവശ്യമില്ലാതെ ശ്രദ്ധിച്ചാൽ കുഴപ്പം. രാഷ്ട്രീയം കളിച്ചു നടക്കുന്ന മക്കളെ ഒന്ന് ആലോചിച്ചാൽ അറിയാം. രാഷ്ട്രീയം വേണ്ടെന്നല്ല, വേണം. വോട്ട് ചെയ്യേണ്ടവർ കൃത്യമായിട്ട് വോട്ട് ചെയ്യണം. പ്രവർത്തിക്കുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രം ഓരോ ഇലക്ഷൻ വരുമ്പോൾ പ്രവർത്തിക്കാവുള്ളൂ. അല്ല ഇതേ ശരണം എന്ന് പറഞ്ഞ് നടക്കുന്നു, അങ്ങനെയായി പോകും. ആർക്കും പ്രയോജനമില്ലാത്ത ജന്മങ്ങളായിട്ടിങ്ങനെ തല്ലും. കേസിൽ പ്രതികളും മറ്റു കാര്യങ്ങളും നമ്മൾ കാണുന്നില്ലേ, ഓരോ കേസ് കാര്യങ്ങളൊക്കെ. അവൻ അങ്ങനെ ആക്കിയതാ വീട്ടുകാർ കുഴപ്പമാണ്, അല്ലാതെ നാട്ടുകാരുടെ കുറ്റമല്ല. അവൻ 10 വയസ്സ് വരെയെങ്കിൽ നിശ്ചയമായിട്ടും വീട്ടിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. വീട്ടിലെ ആൾക്കാർ എങ്ങനെ നീങ്ങുന്നു, എന്ത് ചെയ്യുന്നു, ഈ ക്രമങ്ങളെ കണ്ട് പഠിച്ച് അത് ആ ഒരു വശം അവൻ ഉണർന്നു വരുന്നതാണ്. കാരണം അവനിലെല്ലാം ഉണ്ട്, ഇന്നേ വരെയുള്ള എല്ലാം ഉണ്ട്, പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ട്. എല്ലാ മനുഷ്യൻ്റെയും ചിന്ത അവനിലേക്ക് വന്നു ചേരുന്നുണ്ട്. അഞ്ചിന എന്ന പോലെ അവൻ 3-4 ഇന്ദ്രിയം വഴി അവൻ്റെ ആകർഷകം കാണുന്നുണ്ട്. ഇന്ദ്രിയങ്ങളിൽ അല്ലാതെ നേരിട്ട് ബ്രെയിൻ സെല്ലുകളിലേക്ക് കിടക്കുന്നുണ്ട്, ന്യൂറോണുകളിലേക്ക് വന്ന് തരംഗ രൂപേണ വന്ന് പതിക്കുന്നുണ്ട്. അത് അവനിൽ ഉറങ്ങിക്കിടക്കുന്നു. ഉണർത്തിയെടുക്കേണ്ടത് വീട്ടുകാരുടെ ചുമതലയാണ്. വിദ്യാഭ്യാസം ഡിഗ്രി നേടാനും ഒക്കെ പുറത്തുനിന്ന് വിദ്യാഭ്യാസം വേണം എന്നേ ഉള്ളൂ. ഈ 10 വയസ്സിലുള്ള 10 വയസ്സുകൊണ്ട് തന്നെ അവൻ ആരാകണമെന്നുള്ളത് അയാൾ നിശ്ചയിച്ചിരിക്കും. അവനറിയാതെ അവനിലത് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കും. അത് വീട്ടുകാരുടെ ഉത്തരവാദിത്വമാണ് എന്താകണമെന്നുള്ളത്. ശാസ്ത്രജ്ഞനാണോ അതോ നല്ല ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ ചിന്തകനാണോ, നല്ല അധ്യാപകനാണോ, കോളേജ് ലെക്ചറാണോ, അതോ പ്രൈമറി സ്കൂളിലെ അധ്യാപകനാണോ, അവൻ നിലത്തെഴുത്ത് പഠിക്കുന്നു അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും കോഴ്സിന് പഠിക്കുന്ന ആണോ എന്ന് അവനെ നിശ്ചയിക്കുക. അവന് തന്നെ നിശ്ചയിക്കേണ്ട, നമ്മൾ വീട്ടുകാർക്ക് നിശ്ചയിക്കാൻ പറ്റും. പറയുകയൊന്നും വേണ്ട, പറഞ്ഞ് അംഗീകരിക്കുകയൊന്നുമില്ല. അവന് ഓരോരുത്തർക്കും ഒരു സ്വന്തം വ്യക്തിത്വം ഉള്ളതുകൊണ്ട് പറഞ്ഞൊന്നും ഒരാൾ തിരുത്താനൊന്നും സാധിക്കുക എളുപ്പമല്ല. അത് അപകടകരവുമാണ്. അത് ആയാൽ എങ്ങനെ ഇരിക്കും എന്നൊരു അഭിപ്രായം പറയുന്നത് പോലെയല്ല, അതാ നല്ലതെന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അവൻ കണ്ടുപിടിച്ച് അവൻ കേട്ട് വളർന്ന വീട്ടിൽ നിന്ന് കേട്ട ആ വീട്ടിലെ സാഹചര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാലും അവനവൻ കഷ്ടപ്പെട്ടത് അന്തസ്സായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന കാണുന്നവന് അവനിൽ പതിയുന്ന അതാണ്. അവൻ്റെ ജീവിതം സുഖം നല്ല ഭംഗിയാവുകയും ചെയ്യും. ഇത് നമ്മളാണിത് പ്ലാൻ ചെയ്യേണ്ടത്. നമ്മുടെ മേൽ മറ്റാരും ഒരു സ്വാധീനവും സത്യത്തിൽ ചെലുത്തുന്നില്ല. കുട്ടിയുടെ തന്തയും തള്ളയോ അല്ലെങ്കിൽ മുതിർന്നവരോ മാത്രമാണ് കുട്ടിയെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയെടുക്കുന്നത്. നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്.